അപ്പം ഇന്ന് ഞാൻ ഒരു താഴ്ത്തി ഒരു 1 2 3 4 5 ആ വാഴപ്പോയും കൂടി വിട്ട് 6 ഉണ്ട്. ഇത് 6 നമ്മുടെ സാൻഡിൽ ചെരുപ്പാണ്, ഹീൽസ് ആണെന്ന് തോന്നുന്നു. 6 ഉണ്ട്. അപ്പം ആദ്യമേ ഞാൻ ഇത് നമ്മുടെ മീഷോന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറയാം, എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനിത് പൊട്ടിച്ചിട്ട് ഇതാ വരുന്നു. ഒന്ന് കട്ടാക്കുവാവേ. അപ്പം ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം ഞാൻ കാണിച്ചു തരാമേ. ഇത് എല്ലാം ഓപ്പൺ ചെയ്തൊരു സൈഡിൽ വെച്ചാൽ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടിട്ടാണ്. ഇതിൻ്റെ റേറ്റ് 325 എന്തോ ആയിരുന്നു തോന്നുന്നു. ഞാൻ ചെരുപ്പ് കാണിച്ചു തരാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരു ഓക്കെ പ്രോഡക്റ്റ്. ഈ ചെരുപ്പെല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഭയങ്കര ഇതായിട്ടൊന്നും വേർത്തായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു റേറ്റിന് ഓക്കെയാണ്. എത്ര നാൾ ഓടും എന്നൊക്കെ കണ്ടറിയാം. കാണിച്ചു തരാം. സംഭവം കാണാനൊക്കെ ലുക്കാണ്. നമ്മൾ ഈ ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമല്ലോ, ക്രോപ്പ് ടോപ്പ് അല്ലാതെ നമ്മൾ ഷോർട്ട് ഗൗണൊക്കെ ഇടുമല്ലോ, ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമല്ലോ, അന്നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചപ്പലാണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് സൈറ്റിൽ വീഡിയോ ആഡ് ചെയ്യാമേ. ഇതെന്ന് വെച്ചാൽ മുകളിൽ വരെ ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ, ആ ടൈപ്പിലുള്ള സാധനമാണ്. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഇത് ഭയങ്കര അങ്ങ് ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 5 ഇഞ്ചാണ്. എൻ്റേത് 4 ഉള്ളൂ. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യലെന്ന് വെച്ചിട്ട് ഞാൻ 5 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് 10 എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, എനിക്ക് അറിയത്തില്ല ഇച്ചിരി വലുതാവുമോ എന്നൊരു ഡൗട്ട്. ഞാൻ അത്യാവശ്യം ഹീൽസൊക്കെ ഇടുന്ന ടൈപ്പായിരുന്നു. എൻ്റെ കയ്യിലൊരു ക്യാറ്റ് വാക്ക് ഉണ്ടായിരുന്നു, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ ഓർക്കാത്താണ് നല്ലത്. അത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള, എനിക്ക് നീളമല്ലെന്ന് പറഞ്ഞിട്ട് മേടിച്ച് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ഞാൻ ക്യാറ്റ് വാക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ കൊല്ലത്ത് ആർ പി മാളിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ പോകണം. ഇച്ചിരി റേറ്റ് ഉണ്ട്. ഞാൻ മേടിച്ചല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്, അതുകൊണ്ടിട്ടാണ് അത്രയും റേറ്റിൽ മേടിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 295 രൂപ, 324 രൂപ എന്തോ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ഹീൽസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ സാധനം കുറേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഇവിടുന്ന് ഇളകാൻ സാധ്യതയുണ്ട്, പിന്നെ ഇവിടുന്ന് ഇളകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു തരണമല്ലോ. കുറേയൊക്കെ ഭയങ്കര ഒത്തിരി നടക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും. ബിക്കോസ് കാറിൻ്റെ അതൊക്കെ പോയി ഒരിടത്ത് ഇറങ്ങി അവിടെ നിന്ന് ഫംഗ്ഷനൊക്കെ കൂടിയിട്ട് തിരിച്ച് വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളില്ല കേട്ടോ. പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ വിചാരിക്കുന്നു ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ കൊല്ലത്ത് സ്റ്റിച്ച് ചെയ്യുന്ന മാമ്മമാരുണ്ട്, അവരുടെ കൈ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരും. അതിനുശേഷം യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത് ഇവിടുന്നൊക്കെ ഇളകിപ്പോയിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇളകിപ്പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈ ഒരു റേറ്റിന് അത്യാവശ്യം വർത്ത് തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ അതും ഒരു ബ്ലാക്ക് ചപ്പൽ തന്നെയാണ്. അതും ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് സംഭവം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത്. എൻ്റെ കാല് നല്ല ഫേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാലിൽ നല്ല കറുപ്പാണ്. സോ കാലിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നോക്കിയേ മേടിക്കാറുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, ഫേസിൻ്റെയും ഹാൻഡിൻ്റെയൊക്കെ ടോൺ പോലെയല്ല കാലിൻ്റെത്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ജനറ്റിക് ആയിരിക്കാം. ഇവിടെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഫേസ് പോലെയല്ല കാല് വരുമ്പോഴത്തേന് അത്യാവശ്യം കുറച്ചും കൂടെ ഡാർക്കാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമാണ് വരുന്നത്, അതുകൊണ്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു റേറ്റിന് അത്യാവശ്യം മുഖത്താണ്. 200 സംതിങ് അല്ലെങ്കിൽ 300 സംതിങ്. ഞാൻ 350 മുകളിലോട്ടുള്ള ചപ്പൽസ് ഒന്നും മേടിച്ചിട്ടില്ല, 350 താഴെയുള്ളതാണ്. സോ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൂട്ടാം. പിന്നെ കുറേയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഇളകിപ്പോലുള്ള സാധ്യതയുണ്ട്. നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു നോർമൽ വാക്കിനും പറ്റില്ല. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മീഷോ ഒക്കെ അങ്ങനെയാണ്. ഞാൻ പിന്നെ കുറച്ച് റേറ്റ് കൂടിയ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതൊക്കെ കാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ
നെക്സ്റ്റ് വൺ ഒരു ഗ്രേ കളറാണ്. ഇതും ഞാൻ കുറച്ച് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. എനിക്കൊരു ഒലീവ് ഗ്രീൻ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടിയില്ല, അതുകൊണ്ടിട്ട് അത് എടുക്കാഞ്ഞത്. വേറെ കുറച്ച് നല്ല നല്ല കളേഴ്സൊക്കെ ഞാൻ കാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുറേ കളേഴ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു, സോ അങ്ങനെ മേടിച്ചാണ് ഈ ഒരെണ്ണം. ഗ്രേ കളറാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഇളകി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, കുഴപ്പമില്ല. ഈ ഒരു റേറ്റ് അത്യാവശ്യം വർത്ത് തന്നെയാണ്, എനിക്കിഷ്ടമായി. സംഭവം കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ ഇട്ടിട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പിങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു പീച്ച് കളർ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നൊരു ടൈപ്പിലെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. 279 അല്ലെങ്കിൽ 350 അകത്ത്, ആ ഒരു റേറ്റിൻ്റെ അകത്തേ വരുന്നുള്ളൂ. നിൽക്കണ്ട, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇടാനും നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇളകിപ്പോയുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് കുഴപ്പമില്ല. നമുക്കിവിടെ ചെരുപ്പ് കുത്തി ഇളക്കിയിട്ടുണ്ട്, അപ്പോൾ ആ അമ്മമാരെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ചെയ്തു തരും. ഞാൻ കൂടുതലും ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും. ചെരുപ്പൊക്കെ വാങ്ങുമ്പം ഓൺലൈൻ മേടിക്കുന്നതിനൊക്കെ ഏറ്റവും ബെറ്റർ ഷോപ്പിൽ പോയി മേടിക്കുന്നതാണ്. പിന്നെ നമ്മൾ മീഷോ ചെയ്യുമ്പോൾ കുറേ പേര് പറയാനുണ്ട്, കുറേ റിക്വസ്റ്റ് വരാറുണ്ട്, ചേച്ചി അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, ആ മോഡൽ ചെയ്യുമോ, ഈ ടൈപ്പ് ചെയ്യുമോ എന്നൊക്കെ. അതിൻ്റെ അകത്ത് ചപ്പൽസ് ഹീൽസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇത് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്കിഷ്ടമായി സാധനം, കളർ നല്ല രസമുണ്ടല്ലേ കളറ്. കാലിലിടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കാല് അത്യാവശ്യം ഡാർക്കാണ്, സോ എൻ്റെ കാലിന് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇട്ടിട്ട് എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഒരു വൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഒരു ഉറപ്പില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞ കണക്ക് കാല് നല്ല ഡാർക്കാണ്, സോ വൈറ്റ് എത്രത്തോളം നല്ലതായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഈ ഒരു ഐറ്റം എനിക്ക് കുറച്ച് കളേഴ്സ് നോക്കി ചെപ്പൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ബാക്ക് ഒരുപോലെയാണ് വരുന്നത്. ഇത് ഒട്ടിപ്പാണ്, സോ ഇളകിപ്പോയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു റേറ്റ് അത്യാവശ്യം വർത്താണ്, നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ഇത് വെൽവെറ്റിൻ്റെ ടൈപ്പാണ്. ഈ ഒരു ടൈപ്പ് എനിക്ക് ദേവി എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാവും, പൊടിയും അഴുക്കും ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും അഴുക്കായി എന്ന്. ബാക്കിയൊക്കെ തൂത്തുടച്ച് കളയാം, ഇത് പക്ഷേ പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഈ ഒരു റേറ്റിന് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇളകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ഒരു വല്ലാത്തൊരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്, സോ ഇത് കീറിപ്പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം മേടിച്ചപ്പോൾ തന്നെ നിങ്ങളോട് കുറച്ച് റിവ്യൂസ് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ടിട്ട് യൂസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അറിയാൻ പറ്റുമല്ലോ സംഭവം. എനിക്കിഷ്ടമായി. അത്യാവശ്യം ഹീൽസ്, നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹീൽസ് ഉള്ളത് ഇതാണ്. ഇതിൻ്റെ ഇവിടുന്ന് ഇളകിപ്പോയിരിക്കാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ഇത് കീറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, അതാണ്. പിന്നെ പെട്ടെന്ന് അഴുക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മക്കളെ ഇതെല്ലാം അപ്പച്ചിക്കൊന്ന് എടുത്തു തരുമോ? ജിത്തുവിനെ ഞാൻ എൻ്റെ കവർ വേണ്ടാക്കില്ല, എൻ്റെ കയ്യിൽ തന്നാൽ മതി. അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. സംഭവം എല്ലാം എനിക്ക് ഇഷ്ടമായി കേട്ടോ. കണ്ടോ, കുറേ ഉണ്ട്, ഒരു 6 ജോഡി ഐറ്റംസ് ഉണ്ട്. അതും എല്ലാം അത്യാവശ്യം നല്ലതാണ്, എനിക്കിഷ്ടമായി. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല, എൻ്റെ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ എല്ലാവരും. ഒരു ചെരുപ്പ് കട തുടങ്ങാനുള്ള ഐറ്റംസ് ഉണ്ടല്ലേ. താങ്ക് യു. ഇത് 6 പേഴ്സാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. നമുക്കിത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട്, കുറച്ച് നാളൊക്കെ ഓടും. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമായി പോകും കേട്ടോ. എല്ലാം പല കളേഴ്സ്. ഞാൻ വാങ്ങിയതൊക്കെ അത്യാവശ്യം റിവ്യൂ ഉള്ളതാണ്. ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് റിവ്യൂ ചെക്ക് ചെയ്യും. റിവ്യൂ നോക്കി കുറച്ച് പേര് മേടിച്ചിട്ടുള്ള പിക്കൊക്കെ നോക്കി എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ മേടിക്കുള്ളൂ. ബിക്കോസ് ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നു. ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് ഞാൻ ഒരു മീഷോ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ടോപ്പാണ്, എനിക്ക് ഇഷ്ടമായതാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. ഇതിൻ്റെ റേറ്റ് എത്ര ആയിരുന്നു? 200 സംതിങ് 300 സംതിങ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പിന്നെ നമ്മൾ ഈ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പം ഇതിനേക്കായി റേറ്റ് കൂടും, അല്ലെങ്കിൽ ഇതിനേക്കായി റേറ്റ് കുറയും. എന്തായാലും ഞാൻ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ
കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാത്തിൻ്റെയും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒരുവിധം എല്ലാവരും കമൻറ്റ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്, അറിയാമായിരിക്കുമല്ലോ. എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ റീപ്ലൈ തരാറുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ നമ്മുടെ വീഡിയോ വേറെ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ ലൈക്ക് കുറച്ച് റിവ്യൂസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പിലുള്ള എന്തിൻ്റെയൊക്കെ റിവ്യൂസാണ് അറിയണം എന്നുള്ളതുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ മേടിച്ച് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ പറയാം. അതല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹോം ക്രെഡിറ്റിൻ്റെ ഒരു ലോണുണ്ട്, ലോണ് അടയ്ക്കാനുള്ള മെസ്സേജ് വന്നു. അപ്പം എന്താ പറയുക, അവൻ നമ്മൾ ഓർമ്മിപ്പിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഇതെന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഒരു കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ ചേർത്തോളൂ മക്കളെ, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഒരു കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ ഇതുമായിട്ട് ഞാൻ പോട്ടെ. ഇതൊക്കെ കൊണ്ട് ഒതുക്കി വെക്കാനൊരു സ്റ്റാൻഡ് നമുക്ക് വാങ്ങണം. നാളെയല്ല, വരുന്ന ഏതെങ്കിലും ഡേയിൽ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. കയ്യിൽ ചപ്പൽസ് ഇരിക്കുന്ന ഒരു ടാറ്റ കാണിക്കാൻ പറ്റത്തില്ല. സോ ടാറ്റ, ബൈ ബൈ. ടട്ട് ചെയ്യോ?